നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞങ്ങളുടെ ഒരു ശ്രോതാവാണ് ചെന്നൈയിൽ നിന്ന് പ്രിയദർശിനി. അവരയച്ചു തന്ന ഒരു എക്കണോമിക് ടൈംസ് ലേഖനമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയ്ക്ക് പിന്നിൽ. ഓഹോ. പ്രിയദർശിനിക്ക് ഒരുപാട് നന്ദി. ആ ലേഖനം പത്മനാഭൻ ഇബാസ് എന്നൊരാളെക്കുറിച്ചാണ്. പണ്ട് വലിയൊരു ഗ്ലോബൽ IT കമ്പനിയിൽ നല്ല പൊസിഷനിലിരുന്ന ആളാണ്. ശരി. ഇപ്പൊ പക്ഷേ ജീവിതം മുന്നോട്ടു പോകാൻ ഒരു ഫുഡ് ഡെലിവറി ഏജന്റായിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു യാത്ര അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നി. തീർച്ചയായും അത് ശരിക്കും ശ്രദ്ധേയമായൊരു കഥയാണ്. ബംഗളൂരുവിൽ നിന്നാണ് സംഭവം, അല്ലേ? അതെ, ബംഗളൂരു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത് പുറത്തു വന്നത്. നിതിൻ കുമാർ എന്നൊരാൾക്ക് ഫുഡ് ഡെലിവറി ചെയ്യാൻ പോയതാണ് പത്മനാഭൻ. അപ്പൊ ആ ഭക്ഷണപ്പൊതിയോടൊപ്പം ഒരു റെസ്യൂമെ കൂടി കൊടുത്തു. റെസ്യൂമെയോ? ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ? അതെ, അതിന്റെ തലക്കെട്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഡെലിവേർഡ് വിത്ത് കെയർ, ബിൽറ്റ് വിത്ത് കോഡ്. ഓ, ശ്രദ്ധയോടെ എത്തിച്ചു, കോഡ് കൊണ്ട് നിർമ്മിച്ചത്. കൊള്ളാം. ആ റെസ്യൂമെ കണ്ടപ്പോഴാണ് നിധിന് മനസ്സിലായത്, ഈ ഡെലിവറി ചെയ്യുന്ന ആൾ വെറും ഒരാളല്ല, 19 വർഷം IT-യിൽ എക്സ്പീരിയൻസ് ഉള്ളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. 19 വർഷമോ? അപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പശ്ചാത്തലം? വെറും എഞ്ചിനീയറാണോ? അല്ലല്ല, അദ്ദേഹം ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ്. അതായത് ഒരു സോഫ്റ്റ്വെയറിന്റെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾ. ഓക്കെ. പിന്നെ റോബോട്ടിക്സ്, ബ്ലോക്ക് ചെയിൻ, സ്മാർട്ട് കോൺട്രാക്ട്സ്, അങ്ങനത്തെ പുതിയ ടെക്നോളജികളിലൊക്കെ നല്ല അറിവുണ്ട്. ഓഹോ. പോരാത്തതിന് 2018 തമിഴ്നാട്ടിലെ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി. ക്യൂറിസെന്റ് ടെക്നോളജീസ്. ഇന്റർനാഷണൽ ക്ലയൻസിനൊക്കെ സർവീസ് കൊടുത്തിരുന്ന കമ്പനിയാണ്. അപ്പോ ഒരു സംരംഭകൻ കൂടിയാണ്. സ്വന്തം കമ്പനി, അതും ഇന്റർനാഷണൽ ക്ലയൻസ്, എന്നിട്ടിപ്പോ ഫുഡ് ഡെലിവറി. ഇത് എന്താ പറയാ, സംരംഭകത്വത്തിന്റെ ഒരു അനിശ്ചിതത്വം കാണിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. സംരംഭകത്വം എന്ന് പറയുന്നത് എപ്പോഴും പ്രെഡിക്റ്റബിൾ അല്ലല്ലോ. ചിലപ്പോ സാമ്പത്തിക പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ മാർക്കറ്റിലെ മാറ്റങ്ങളാവാം. എന്തായാലും ആ കമ്പനി ക്യൂറിസെന്റ് ടെക്നോളജീസ്, അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പുള്ളി ഇപ്പോ. ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ള യാത്രയില് ദൈനംദിന ചെലവിനു വേണ്ടിയാണിപ്പോ ഈ ഡെലിവറി ജോലി ചെയ്യുന്നത്. ഈ കഥയറിഞ്ഞ നിതിൻ കുമാർ ഒരു കോർപ്പറേറ്റ് ജോലി ഓഫർ ചെയ്തു എന്ന് കേട്ടല്ലോ. അതെ, ചെയ്തു. പക്ഷേ പത്മനാഭൻ അത് വളരെ സ്നേഹത്തോടെ നിരസിച്ചു. ഓ, എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആ ജോലിയല്ല, സ്വന്തം ബിസിനസ് തിരികെ കൊണ്ടുവരണം, അതിലുറച്ചു നിൽക്കുകയാണ്. അത് വലിയൊരു നിശ്ചയദാർഢ്യം തന്നെ. പക്ഷേ ഒരു സ്ഥിരം ജോലിയുടെ സുരക്ഷിതത്വം വേണ്ടെന്ന് വെക്കുന്നത് അതൊരു റിസ്ക് അല്ലേ? അതൊരു വലിയ ചോദ്യമാണ്. ഒരു വശത്ത് ആ ലക്ഷ്യബോധം, മറുവശത്ത് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ. ഒരുപക്ഷെ അതാവാം സംരംഭകന്റെ ഒരു രീതി, സ്ഥിരതയേക്കാൾ ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇവിടെയാണ് ഈ ഗിഗ് ഇക്കോണമിയുടെ ഒരു റോള് വരുന്നത്. അതായത് ഈ ഫുഡ് ഡെലിവറി പോലുള്ള താൽക്കാലിക ജോലികൾ. ശരിയാണ്. പത്മനാഭനെ പോലെ ഇത്രയും കഴിവുള്ളവർക്കു പോലും അതൊരു താങ്ങാവുന്നു ചില സമയത്ത്. അപ്പോ ഈ ഗിഗ് ഇക്കോണമി ശരിക്കും ഒരു അവസരമാണോ, അതോ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഉപാധി മാത്രമാണോ? പ്രത്യേകിച്ചും ഇദ്ദേഹത്തെ പോലെ സ്കിൽഡായിട്ടുള്ള ഒരാൾക്ക്. അത് രണ്ടും പറയാം. ചിലർക്കത് ഫ്ലെക്സിബിലിറ്റി കൊടുക്കും, മറ്റു ചിലർക്കതൊരു അനിശ്ചിതത്വമാണ്. പത്മനാഭന്റെ കാര്യത്തിൽ ഇത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഒരു സ്റ്റെപ്പ് മാത്രം. കാരണം അദ്ദേഹം വെറുതെ ഡെലിവറി ചെയ്യുകയല്ല, കൂടെ റെസ്യൂമെ കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ കഴിവും ലക്ഷ്യവും മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. ശരിയാണ്. പിന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും താല്പര്യമുണ്ടെന്ന് കേട്ടല്ലോ. ഉണ്ട്. അദ്ദേഹം ചില കോളേജുകളിലൊക്കെ പാർട്ട് ടൈം ലെക്ചറർ ആയിരുന്നു, ടെക്നിക്കൽ എക്സാമിനർ ആയിരുന്നു. ഓഹോ. സ്കൂളുകളിലും കോളേജുകളിലും ഗസ്റ്റ് ലെക്ചററുകളും സെമിനാറുകളും ഒക്കെ എടുക്കാറുണ്ട്. അക്കാഡമിക് ലോകവും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അപ്പോ ഇത് വെറുമൊരു അതിജീവനത്തിന്റെ കഥയല്ല, അല്ലേ? ഒരിക്കലുമല്ല. ഇത് ലക്ഷ്യബോധത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കഥയാണ്. ഇപ്പോഴത്തെ ജോലി മുൻപത്തെ പ്രൊഫൈലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അതിൽ അദ്ദേഹം ഒരു കുറച്ചിൽ കാണുന്നില്ല. അത് ശരിയാണ്. വിനയത്തോടെ, എന്നാൽ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെയാണ് മുന്നോട്ടു പോകുന്നത്. അതെ. ഓരോ ഡെലിവറിയും ആ സ്വപ്നം പുനർനിർമ്മിക്കാനുള്ള ഒരു ചുവടുവെപ്പാണ് അദ്ദേഹത്തിന്. ആ റെസ്യൂമെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റെ കഴിവിന്റെയും അനുഭവപരിചയത്തിന്റെയും തളരാത്ത ആഗ്രഹങ്ങളുടെയും. ഈ കഥ കേൾക്കുമ്പോൾ സംരംഭകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, തൊഴിൽ രംഗത്തെ മാറ്റങ്ങൾ, ഗിഗ് ഇക്കോണമിയുടെ സ്വാധീനം, ഇതൊക്കെ ഓർമ്മ വരും. തീർച്ചയായും. അദ്ദേഹം ഒരു സ്ഥിരം ജോലി ഇപ്പോൾ നോക്കുന്നില്ല എന്നത് വ്യക്തമാണ്. പക്ഷേ ശരിയായ ഒരു മെന്റർഷിപ്പ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ്,
അതൊക്കെ അദ്ദേഹത്തിന്റെ ആ ക്യൂറിസന്റ് ടെക്നോളജീസിന് ഒരു പുതിയ ഉണർവ് നൽകിയേക്കാം. തീർച്ചയായും. പ്രിയദർശിനി, നിങ്ങൾ പങ്കുവച്ച ഈ കഥ ശരിക്കും പ്രചോദനം നൽകുന്ന ഒന്നാണ്. പ്രതിസന്ധിയിലും തളരാതെ സ്വന്തം ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന പത്മനാഭന്റെ ഈ യാത്ര നമ്മളെ പലതും ചിന്തിപ്പിക്കുന്നുണ്ട്. അതെ. നിങ്ങൾക്ക് ഈ കഥയെക്കുറിച്ച് എന്തു തോന്നുന്നു? പത്മനാഭന്റെ ഈ തീരുമാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ സംരംഭകർക്ക് കിട്ടേണ്ട പിന്തുണയെക്കുറിച്ചോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? പങ്കുവെക്കാവുന്നതാണ്. നിങ്ങളുടെ ചിന്തകളും അതുപോലെ നിങ്ങളെ പ്രചോദിപ്പിച്ച സമാനമായ അനുഭവങ്ങളോ കഥകളോ ഉണ്ടെങ്കിൽ അതും ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം theopenmicpodcasts@gmail.com. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം.